എനിക്ക് തോന്നുന്നില്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം മൂലമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ 9 പേജുള്ള ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു അന്വേഷണ ഏജൻസികൾ ഇതിൽ പങ്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണ ഏജൻസികളെ ഇനി ഒരാളുടെയും അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ മുകളിലേക്ക് ഇത്തരത്തിൽ കുതിര കയറുന്ന അവസാനിപ്പിക്കാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. ഏതൊരു വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം GST ആയാലും ഇൻകം ടാക്സ് ഒക്കെ സ്വാഭാവികമായിട്ടും അവരോടൊപ്പം ഉള്ളൊരു ഏജൻസികളാണ്, അല്ലെ അവർ നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട ഏജൻസികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിയുടെ ഒരു റെയ്ഡിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ പേരിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ മരണപ്പെടുമെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിന്റെ കാരണങ്ങളിലൂടെ എന്ത് ചെയ്യണം, പുറത്തു വരണം. അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വലിയ വലിയ പ്രോജക്റ്റുകൾ നടത്തിയിട്ടുണ്ട്, വിജയകരമായിട്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റുകൾ ഇന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ജീവനക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും എന്തില്ല, ഇങ്ങനെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് യാതൊരു വിധമായ അറിവുമില്ല. ഇത്രയും കാലം മഹത്വവൽക്കരിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ദുരൂഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പണമിടപാടുകൾ നടത്തിയ മാധ്യമങ്ങൾ അത് സമാധാനം പറയണ്ടേ? ഒരു സൈഡിൽ മഹത്വവൽക്കരിക്കുകയും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആക്ഷേപിക്കാനുള്ള ഒരു എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു അന്വേഷണം നടക്കുന്നു. സിജറോ ഇനി ആർക്കെങ്കിലും ഇടപാടുകളുണ്ട്, അദ്ദേഹം തീർക്കണം, അദ്ദേഹത്തിന്റെ അസറ്റ് വിറ്റ് തീർക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബമോ അല്ലെങ്കിൽ കമ്പനിയോ തയ്യാറാവണം. അതൊക്കെ രണ്ടാമതും മൂന്നാമതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ വ്യവസായം രൂപീകരിക്കുവാൻ അല്ലെ ആ വ്യവസായം റൺ ചെയ്തുകൊണ്ട് ഇന്നത്തെ നിലയിൽ എത്തിക്കുവാൻ ആ വ്യവസായി അല്ലെങ്കിൽ ആ ഈ പറയുന്ന എംപ്ലോയർ അല്ലെ എന്റർപ്രണർ വഹിച്ച ഒരു പെയിനെ കുറിച്ചുകൂടെ അത് അന്വേഷണ ഏജൻസി ആയാലും അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹമായാലും മാധ്യമങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. വക്കീലെ നമസ്കാരം. വക്കീലെ, CJ റോയിയുടെ ആത്മഹത്യ വളരെ നടുക്കത്തോടു കൂടിയിട്ടാണ് മലയാളികൾ കേട്ടത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഈ CJ റോയിയുടെ മരണത്തിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കും EDക്കും ഒക്കെയുള്ള പങ്കിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഈ CJ റോയിയുടെ മരണത്തിന് പിന്നിൽ, ആത്മഹത്യക്ക് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത്? കാര്യം രാജ്യം അറിയപ്പെടുന്ന ആ ഒരു വ്യവസായി, അതായത് രാജ്യത്തിൻ്റെ വിദേശത്തുമായി നിരവധിയായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയ ഒരു സംരംഭകൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിശ്വസിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വലിയൊരു സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന അല്ലെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യവസായി പട്ടാപ്പകൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസ് മുറിയിലേക്ക് എത്തി തോക്കെടുത്ത് വെടിവെച്ച് മരിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ സിനിമയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കാണാൻ പറ്റും. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമാണ്, അവിശ്വസനീയവുമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ദുരൂഹത നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. കാര്യം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ നിയമത്തെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും, അദ്ദേഹത്തിന് നേരിടാനുള്ള അവസരങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് പരിഹരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ധനികന്മാരായിട്ടുള്ള 20 ലക്ഷത്തിന് മുകളിലേക്ക് ടേൺ ഓവറുള്ള ആളുകളാണ് ടാക്സ് പെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായികളുടെയും അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടാക്സ് പേയേഴ്സ് കൊടുക്കുന്നതായിട്ടുള്ള എമൗണ്ടാണ്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ അത്തരത്തിൽ ഏതെങ്കിലും പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവപരമായിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമാണ്, ഇനി ആവർത്തിക്കാത്ത തരത്തിലേക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യം അത് സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കത്തിന് വളരെ പ്രസക്തമാണ് എന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം മൂലമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ 9 പേജുള്ള ഒരു ആത്മഹത്യ കുറിപ്പൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഏറ്റിട്ടുള്ള ചില തിരിച്ചടികളും കൂടി പ്രതിപാദിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അത് കൂടാതെ ഓൾറെഡി ടെൻസ്ഡ് ആണ്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും EDയുടെയും ഒക്കെ റെയ്ഡ് വരുന്നതോടുകൂടി ആ ബിസിനസ് ഒന്നും കൃത്യമായിട്ട് അല്ല കൊണ്ടുപോകുന്നതെങ്കിൽ സ്വാഭാവികമാണ് ഒരു വെപ്രാളം ഉണ്ടാവുക, സ്വാഭാവികമാണ്. ഈ വെപ്രാളം തന്നെ ആയിരിക്കുമോ ഈ മരണത്തിന് വഴിതെളിച്ചിട്ടുള്ളത്? അല്ല, അത് മരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അന്വേഷണ ഏജൻസികൾ ഇതിൽ പങ്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ അന്വേഷണ ഏജൻസികളെ ഇനി ഒരാളുടെയും അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ മുകളിലേക്ക് ഇത്തരത്തിൽ കുതിര കയറുന്ന അവസാനിപ്പിക്കാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ പ്രശ്നം എന്താണ്, CJ റോയി മരണപ്പെട്ടു. സ്വാഭാവികമായിട്ടും CJ റോയിയുടെ കുടുംബവുമാണ് അല്ലെങ്കിൽ അവരുടെ അടുത്ത ഉദ്യോഗസ്ഥരാണ്, അയാളുടെ ജീവനക്കാരാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് റെയ്ഡിനെ കുറിച്ച് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം പറയുന്നത് തന്നെ നമുക്ക് ആദ്യ തലത്തിൽ എന്ത് ചെയ്യാം, വിശ്വാസത്തിലെടുക്കാം, അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, നിരന്തരമായിട്ട് കുറേ കാലമായിട്ട് ഇൻകം ടാക്സ് വല്ലാതെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു വ്യവസായി അല്ലെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിനുള്ളിൽ വലിയൊരു സാമ്രാജ്യം വെട്ടിപ്പിടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം GST ആയാലും ഇൻകം ടാക്സ് ഒക്കെ സ്വാഭാവികമായിട്ടും അവരോടൊപ്പം ഉള്ളൊരു ഏജൻസികളാണ്, അല്ലെ അവർ നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട ഏജൻസികളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിയുടെ ഒരു റെയ്ഡിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ പേരിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ മരണപ്പെടുമെന്ന്
ഞാൻ എന്തായാലും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിന്റെ കാരണങ്ങളൂടെ എന്ത് ചെയ്യണം, പുറത്തു വരണം. കർണാടക ഗവൺമെന്റ് തന്നെ വലിയൊരു അന്വേഷണം ഏജൻസി, ഒരു ഉന്നത അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഒക്കെ റൂമേഴ്സ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരുത്തൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോ വന്നിട്ട് വെടിവെച്ച് കൊന്നതാണ് എന്നു വരെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ രാജ്യദ്രോഹ പ്രവൃത്തിയിൽ CJ റോയ് ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു CJ റോയ് എന്ന് പറയുന്നത്. അയാൾക്കൊരു ബേസ് ഇല്ലാതെ, ഒരു ഫിനാൻഷ്യൽ ബേസ് ഇല്ലാതെ മറ്റാളുകളുടെ പണം കൊണ്ട് മറ്റാളുകളുടെ പണം നിക്ഷേപമായി സ്വീകരിക്കുകയും എന്നാൽ തനിക്ക് സീറോ ഡെപ്റ്റ് ആണ് എന്ന്, അതായത് ലയബിലിറ്റി സീറോ ആണ്, ഒരു കടവും ഇല്ലാതെയാണ് പുള്ളി കമ്പനി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? ഏതൊരു വ്യവസായത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ലാഭം ഉണ്ടാകാം, നഷ്ടമുണ്ടാകാം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു വ്യവസായിയാണെന്ന് ആരും വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം വലിയ വലിയ പ്രോജക്റ്റുകൾ നടത്തിയിട്ടുണ്ട്, വിജയകരമായിട്ട് അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റുകൾ ഇന്ന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ജീവനക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും എന്തില്ല, ഇങ്ങനെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് യാതൊരു വിധമായ അറിവുമില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഒരു വസ്തുതാപരമായ അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയ വരത്തുള്ളൂ. ഇവിടെ മാധ്യമങ്ങൾക്ക് എന്താണ്, ഇത്രയും കാലം CJ റോയ് അല്ലായിരുന്നു ഇവിടെ എല്ലാ മാധ്യമങ്ങളുടെ റിയാലിറ്റി ഷോ ആയാലും അല്ലെങ്കിൽ ഗൾഫ് പ്രോഗ്രാംസ് ആയാലും വിദേശ പരിപാടികളുടെ എല്ലാം ഒരേ ഒരു സ്പോൺസർ അദ്ദേഹമായിരുന്നല്ലോ. അപ്പോൾ എന്ത് വേഗത്തിലാണ് മാധ്യമങ്ങൾ അയാളെ എന്ത് ചെയ്യുന്നത്, തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്രയും കാലം മഹത്വവൽക്കരിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ദുരൂഹമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പണമിടപാടുകൾ നടത്തിയ മാധ്യമങ്ങൾ അത് സമാധാനം പറയണ്ടേ? ഇത്രയും കാലം അദ്ദേഹത്തെ വെള്ളപൂശിയ ഇവിടുത്തെ പല ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇവരെക്കുറിച്ച് സമാധാനം പറയണ്ടേ? അദ്ദേഹത്തിനോടൊപ്പം തോളിൽ കൈയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇവന്റുകളിൽ മുഖ്യ അതിഥികളായി വിദേശ രാജ്യങ്ങളിൽ പങ്കെടുത്തവർ പ്രമുഖന്മാരായിട്ടുള്ള പൗരപ്രമുഖന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിന് സമാധാനം പറയണ്ടേ? എല്ലാവരും സമാധാനം പറയണ്ടേ? ഇപ്പം അദ്ദേഹം മാത്രമല്ലല്ലോ സമാധാനം പറയേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ, അതായത് ഒരാൾ ഒരു പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു മരണം ഏർപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസം പകരേണ്ട സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട ഒരു സമയത്ത് അല്ലെങ്കിൽ ആ വ്യവസായം ഇനി നശിക്കാതെ അതിനെ താങ്ങും തണലുമാവേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, കള്ളങ്ങൾ എന്ത് ചെയ്യുവാണ്, പടച്ച് എന്ത് ചെയ്യുവാണ്. ഇതിനകത്ത് ചില വ്ളോഗേഴ്സ് ഒക്കെ ഇരുന്ന് അടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ CJ റോയിയുടെ ഭാര്യ ധരിച്ചിരുന്നത് ഒരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ആണ്. ആ കൂളിംഗ് ഗ്ലാസിനെ പോലും വിമർശിക്കുന്നതിലേക്ക് തരം താഴ്ന്ന് പോകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സൈഡിൽ മഹത്വവൽക്കരിക്കുകയും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആക്ഷേപിക്കാനുള്ള ഒരു എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു അന്വേഷണം നടക്കുന്നു. CJ റോയ് ഇനി ആർക്കെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അദ്ദേഹം തീർക്കണം, അദ്ദേഹത്തിൻ്റെ അസറ്റ് വിറ്റ് തീർക്കണം. അതല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, ആ പൈസ കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അല്ലെങ്കിൽ കമ്പനിയോ തയ്യാറാവണം. അതൊക്കെ രണ്ടാമതും മൂന്നാമതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രാഥമിക വിലയിരുത്തലുകൾ കണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണകാരണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടോ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പങ്കുണ്ടെങ്കിൽ ഇനി ഒരു വ്യവസായിയുടെ കണ്ണുനീരും ഇനി ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യവസായം കെട്ടിപ്പടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ വ്യവസായത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എല്ലാ തരത്തിലുള്ള നിയമങ്ങൾ കർശനമായ ഒരു രാജ്യത്ത്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു വ്യവസായം, ഏതൊരു വ്യവസായമായാലും കൊണ്ടുവന്ന് ആ എംപ്ലോയർ എന്ന് പറയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ മനസ്സിലാക്കാൻ ഇവിടുത്തെ നിയമം എല്ലാവരും, നമ്മുടെ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ നീതി എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിലെല്ലാം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പെയിൻ, അതായത് നമ്മളൊരു വ്യവസായത്തെ നമ്മൾ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വ്യവസായത്തിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ആ വ്യവസായത്തെ അടച്ചുപൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ വ്യവസായം രൂപീകരിക്കുവാൻ അല്ലെ ആ വ്യവസായം റൺ ചെയ്തുകൊണ്ട് ഇന്നത്തെ നിലയിൽ എത്തിക്കുവാൻ ആ വ്യവസായി അല്ലെങ്കിൽ ആ ഈ പറയുന്ന എംപ്ലോയർ അല്ലെ എന്റർപ്രണർ വഹിച്ച ഒരു പെയിനെ കുറിച്ചുകൂടെ അത് അന്വേഷണ ഏജൻസി ആയാലും അല്ലെങ്കിൽ എന്താണ് പൊതുസമൂഹമായാലും മാധ്യമങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. കാര്യം അവർക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെളിവാരി എറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ ഒരു പ്രശ്നങ്ങൾ പോലും വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൊളാപ്സിലേക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ വലിയവൻ വീഴുന്ന സമയത്ത് അത് പലർക്കും ഒരു സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലല്ലോ, എങ്കിൽ ഇവൻ വീണു, ഒരു മനസ്സിലൊരു ഭയങ്കര കുളിർമ ഏകുന്നൊരു സംഭവമായിട്ട് മാറുന്നു. അപ്പോഴൊരു ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, ആ വലിയവൻ വീഴുമ്പോൾ ആ വലിയവൻ്റെ കീഴിൽ തണൽ പറ്റി നിന്നിരുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അതായത് അവരുടെ അന്നമാണ് മുട്ടിപ്പോകുന്നത്. ഇത് കൂടാതെ തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല ബിസിനസ്സുകളിലും സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ബിസിനസ്സുകൾ ലാഭത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള സ്പോൺസർ, പ്രധാനമായിട്ടും അവിടെയുള്ള ഒരു വിദേശ
പങ്കാളി എന്ന് പറയുന്നയാൾ നല്ല പണി കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ അതിജീവിച്ച ഒരുപാട് മലയാളികളുണ്ട്. ഈ അടുത്ത ദിവസം നമ്മൾ ടീ ടൈം എന്നുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. അയാൾ അവിടെയുള്ള അറബിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ബ്രാൻഡ് തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചതിവ് നടന്നിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് കാര്യം നമുക്ക് വസ്തുതാപരമായിട്ടൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമാണ്, ഇപ്പോഴെങ്കിലും നമ്മുടെ വ്യവസായ ലോകത്തുള്ളവരോട് ഇപ്പം ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഇൻകം ടാക്സ് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അവിടുത്തെ ലൈബിലിറ്റിയുടെ 60% പിഴയിടുക എന്നുള്ളതാണ് ഇൻകം ടാക്സിൻ്റെ പരമമായിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരാൾ മരണപ്പെടുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കരുതാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തെ ആത്മവിശ്വാസത്തോടുകൂടി ഒരാളും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിപ്പോകാതെ എന്ത് ചെയ്യണം, ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നേരിടണം. കാര്യം ഈ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുവാൻ ഇത്രയും വാഹനങ്ങൾ, ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു ഇതിന് വാഹനങ്ങൾ ഉണ്ടല്ലോ, അദ്ദേഹം മേടിച്ചതല്ലേ. അദ്ദേഹം 12 റോൾസ് റോയ്സ് അദ്ദേഹത്തിനുണ്ട്. അല്ല അദ്ദേഹത്തിന്റെ കഴിവാണ്, അദ്ദേഹത്തിന്റെ കഴിവിനാൽ അയാൾ മേടിച്ചതാണ്. ഇവിടെ ആരുടെയെങ്കിലും വീട്ടിൽ കിടന്ന റേഞ്ച് റോവർ എടുത്തുകൊണ്ട് പോയോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും അയാളുടെ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും റോൾസ് റോയ്സ് പിടിച്ചു പറിച്ചെന്നുള്ള കേസ് അദ്ദേഹത്തിനെതിരെ ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം സ്വന്തം അധ്വാനത്തിൽ അത് എന്താണ്, നിയമപരമാണോ നിയമപരമല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇൻകം ടാക്സിന് അധികാരമില്ല, ഇ ഡിക്ക് അധികാരമില്ല. അതിന് മുകളിൽ എന്തുണ്ട്? കോടതിയുണ്ട്. ഇന്ത്യയിലെ ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി വരെയായിട്ടുള്ള വലിയൊരു നിയമ സംവിധാനമുണ്ട്. അതിൽ ഒരു കോടതിയും സി ജെ റോയ് കുറ്റക്കാരനാണ്, സി ജെ റോയ് ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ട്, സി ജെ റോയ് ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നാളിതുവരെ അദ്ദേഹത്തെ ഒരിക്കലും ആരും പറയാത്തടത്തോളം കാലം ഇതൊരു ആരോപണങ്ങൾ മാത്രമാണ്. ഒരിക്കലും അയാൾ ഒരു കുറ്റക്കാരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നടക്കുന്നതൊക്കെ തന്നെ പുകമറയാണ്. ഇന്നലെ വാഴ്ത്തിയവർ ഇന്ന് എന്ത് ചെയ്യുന്നു? നാളെ വീണ്ടും അടുത്തൊരാളെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അടുത്തൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു, അടുത്തൊരു ഇവന്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തെ തിരിച്ചു കിട്ടില്ല, ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം കിട്ടാനില്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നില്ല, ഇനി വരുമാന സോഴ്സ് ഇല്ലാന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? ചവിട്ടിത്താക്കുന്നത് ഒരിക്കലും എന്തല്ല, ന്യായീകരിക്കാൻ സാധിക്കുകയില്ല.